നമസ്കാരം. നോക്കാം പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ പഴയ സ്വർണത്തിന് ഏറ്റവും ഉയർന്ന മൂല്യം. സ്വപ്നങ്ങൾ തിരിച്ചു പിടിക്കാൻ TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, MG റോഡ്, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. ചാവക്കാട് പഞ്ചാരമുക്കിലെ മരക്കമ്പനിയിൽ വൻ തീപിടുത്തം. ലക്ഷക്കണക്കിന് രൂപയുടെ മരങ്ങൾ കത്തിനശിച്ചു. ഷോർട്ട് സർക്യൂട്ടാണ് തീപിടുത്തത്തിന് കാരണമെന്ന പ്രാഥമിക നിഗമനം. തൃശൂർ റെയിൽവേ സ്റ്റേഷൻ പുതിയ മന്ദിരത്തിന്റെ നിർമ്മാണം ട്രാക്കിലാവുന്നു. സൈറ്റ് സർവേയും മണ്ണ് പരിശോധനയും കെട്ടിടങ്ങളുടെ രൂപകൽപ്പനയും പൂർത്തിയായി. മാലിന്യങ്ങൾ നിറഞ്ഞ ദുർഗന്ധപൂരിതമായി ചാലക്കുടി ജംഗ്ഷൻ മേൽപ്പാലം മേഖല. തിരിഞ്ഞു നോക്കാതെ നഗരസഭാ അധികൃതർ. കാട്ടകാമ്പാൽ പോർക്കുളം പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന പട്ടിത്തടം റോഡ് തകർന്നു. റോഡ് നന്നാക്കാൻ അടിയന്തര നടപടിയെടുക്കണമെന്ന നാട്ടുകാരുടെ ആവശ്യം. ജില്ലയിൽ ശക്തമായ മഴ തുടരുന്നു. ചാവക്കാട് വീട് ഭാഗികമായി തകർന്നു. ദേശമംഗലം കൊറ്റമ്പത്തൂർ ഉന്നതിയിൽ വീണ്ടും മണ്ണിടിച്ചിൽ ഭീഷണി. ലോകകപ്പിൽ പോർച്ചുഗലും സ്പെയിനും സ്വിറ്റ്സർലാൻഡും പ്രീ ക്വാർട്ടറിൽ. നോക്കൌട്ടിൽ ഇന്ന് രാത്രി 11:30 ഓസ്ട്രേലിയ ഈജിപ്തിനെ നേരിടും. അർജന്റീന കാബോ വെർദെ പോരാട്ടം നാളെ പുലർച്ചെ 3:30. വാർത്തകൾ വിശദമായി. ചാവക്കാട് പഞ്ചാരമുക്കിലെ മരക്കമ്പനിയിൽ വൻ തീപിടുത്തം. ലക്ഷക്കണക്കിന് രൂപയുടെ മരങ്ങൾ കത്തിനശിച്ചു. ഈരാറ്റുപേട്ട സ്വദേശി റഫ്സൽ ഉമറിന്റെ ഉടമസ്ഥതയിലുള്ളതാണ് മരക്കമ്പനി. രാത്രിയാണ് സംഭവം. കമ്പനിയിൽ നിന്ന് തീ പടരുന്നത് ശ്രദ്ധയിൽപ്പെട്ട നാട്ടുകാരാണ് ജീവനക്കാരെയും പോലീസിനെയും ഫയർഫോഴ്സിനെയും വിവരമറിയിച്ചത്. തുടർന്ന് ഗുരുവായൂർ, കുന്നംകുളം, നാട്ടിക എന്നിവിടങ്ങളിൽ നിന്ന് ഫയർഫോഴ്സ് എത്തി മണിക്കൂറുകൾ നീണ്ട പരിശ്രമത്തിനൊടുവിൽ തീ നിയന്ത്രണ വിധേയമാക്കി. ചാവക്കാട് സബ് ഇൻസ്പെക്ടർ പ്രീത ബാബുവിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘവും സ്ഥലത്തെത്തിയിരുന്നു. തേക്ക് മരങ്ങളാണ് പൂർണ്ണമായും കത്തിനശിച്ചത്. ഷോർട്ട് സർക്യൂട്ടാണ് തീപിടുത്തത്തിന് കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. തൃശൂർ റെയിൽവേ സ്റ്റേഷൻ പുതിയ മന്ദിരത്തിന്റെ നിർമ്മാണം ട്രാക്കിലാവുന്നു. സൈറ്റ് സർവേയും മണ്ണ് പരിശോധനയും കെട്ടിടങ്ങളുടെ രൂപകൽപ്പനയും പൂർത്തിയായിട്ടുണ്ട്. പ്രധാന മന്ദിരത്തിൽ സ്റ്റേഷൻ മാനേജറുടെ മുറിയും അനുബന്ധമായുള്ള VIP മുറിയും മുതൽ യാത്രികർക്കുള്ള വിശ്രമ കേന്ദ്രം അടക്കമുള്ള ഭാഗമാണ് ആദ്യഘട്ടത്തിൽ പൊളിക്കുക. ഈ മാസം 3-ാം വാരത്തിൽ പൊളിക്കൽ ആരംഭിക്കാനാണ് നിലവിലെ തീരുമാനം. ക്രമീകരണങ്ങളുടെ ഭാഗമായി മുഖ്യ പ്രവേശന കവാടവും അറിയിപ്പ് കേന്ദ്രവും പാഴ്സൽ ഓഫീസിന് തെക്കുവശത്തായി തയ്യാറാക്കുന്ന ജോലികൾ പുരോഗമിക്കുകയാണ്. യാത്രികർക്കുള്ള വിശ്രമ കേന്ദ്രം പഴയ സസ്യഭോജനശാല പ്രവർത്തിച്ചിരുന്ന ഇടത്തേക്ക് മാറ്റും. 1-ാം പ്ലാറ്റ്ഫോമിൽ തെക്കേയറ്റത്തുള്ള നടപ്പാലത്തിന് സമീപത്തായി ATVM ടിക്കറ്റ് വിതരണ യന്ത്രങ്ങൾ സജ്ജമാക്കും. ഗതാഗതം നിയന്ത്രിക്കാനും ക്രമീകരണങ്ങളായി. ദിവാൻജി മൂലയിൽ നിന്നും വരുന്ന വാഹനങ്ങൾക്ക് കൊടിമരം വരെ മാത്രമേ പ്രവേശനം അനുവദിക്കുകയുള്ളൂ. കൊടിമരത്തിന് തെക്കായി ഓട്ടോ, ടാക്സി പാർക്കിംഗ് സൗകര്യമൊരുക്കും. 1-ാം പ്ലാറ്റ്ഫോമിന്റെ തെക്ക് ഭാഗത്തായി സ്റ്റേഷൻ മാസ്റ്റർക്കും സിഗ്നലിംഗിനും വേണ്ടിയുള്ള കെട്ടിടത്തിന്റെ പൈലിംഗ് ജോലികൾ അന്തിമഘട്ടത്തിലാണ്. ദിവാൻജി മൂലയ്ക്ക് സമീപം നിർമ്മിക്കുന്ന 12 നില സമുച്ചയത്തിന്റെ പൈൽ ടെസ്റ്റിംഗും പുരോഗമിക്കുന്നു. TCV തൃശൂർ. മാലിന്യങ്ങൾ നിറഞ്ഞ ദുർഗന്ധപൂരിതമായി ചാലക്കുടി ജംഗ്ഷൻ മേൽപ്പാല മേഖല. സൗന്ദര്യവത്കരണം പ്രഖ്യാപിച്ച നഗരസഭാ അധികൃതരാകട്ടെ ഇവിടേക്ക് തിരിഞ്ഞു നോക്കുന്നില്ല. സൗത്ത് ജംഗ്ഷനിലെ വ്യാപാരികളും ജോലിക്കാരും വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നത് ഇവിടെയാണ്. മനുഷ്യവിസർജ്യങ്ങൾ നിറഞ്ഞ് മൂക്കുപൊത്താതെ ഇതിലെ നടക്കാൻ പോലും കഴിയില്ല. ഭിക്ഷാടനത്തിന്റെ മറവിൽ ഇതര സംസ്ഥാനക്കാർ ഒത്തുകൂടുന്ന കേന്ദ്രം കൂടിയാണിത്. പല മയക്കുമരുന്ന് വിൽപ്പന സംഘങ്ങളെയും പോലീസ് ഇവിടെ നിന്ന് പിടികൂടിയിട്ടുണ്ട്. ഫ്ലൈ ഓവറിന് താഴെ ടാക്സി, ഓട്ടോ, ടെമ്പോ സ്റ്റാൻഡുകൾ പ്രവർത്തിക്കുന്നുണ്ട്. ഇത്തരം സ്ഥലങ്ങൾ മാലിന്യമുക്തമാണ്. നൂറുകണക്കിന് വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്ന മറ്റിടങ്ങളാണ് സാമൂഹ്യവിരുദ്ധരുടെ അഴിഞ്ഞാട്ട കേന്ദ്രവും ഒപ്പം മാലിന്യ നിക്ഷേപ ഇടങ്ങളുമായി മാറിയത്. വാഹനങ്ങളുടെ യന്ത്രസാമഗ്രികൾ ഇവിടെ നിന്നും പലപ്പോഴും മോഷ്ടിക്കപ്പെട്ടിട്ടുണ്ട്. സൗത്ത് ജംഗ്ഷൻ മേൽപ്പാല കേന്ദ്രം സൗന്ദര്യവൽക്കരിക്കാൻ കഴിഞ്ഞ നഗരസഭാ ഭരണസമിതി പദ്ധതി ആവിഷ്കരിച്ചിരുന്നു. പാർക്കിംഗ് കേന്ദ്രം ടൈൽ വിരിച്ച് മനോഹരമാക്കൽ, പൂന്തോട്ടം, ശുചിമുറി, കഫേ, വിശ്രമ കേന്ദ്രം എന്നിവയെല്ലാം ഇതിൽ ഉൾപ്പെടുത്തുകയും ചെയ്തു. MLAയും ഇവിടെ 1 കോടി രൂപയുടെ നവീകരണ പദ്ധതി പ്രഖ്യാപിച്ചിരുന്നു. പക്ഷേ എല്ലാം പ്രഖ്യാപനത്തിൽ മാത്രം ഒതുങ്ങി. എത്രയും വേഗം ഇവിടം ശുചീകരിക്കാൻ നടപടി വേണമെന്ന് നഗരസഭാ കൗൺസിലർ VJ ജോർജി ആവശ്യപ്പെട്ടു. ഇതൊരു വർഷങ്ങളായിട്ട് ചാലക്കുടി നഗരസഭ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. ഈ സ്ഥലം വളരെ മനോഹരമാക്കും, ടൗണിന്റെ ഹൃദയഭാഗം സൗന്ദര്യവൽക്കരിക്കുന്ന പലവട്ടം നഗരസഭ പറഞ്ഞിട്ടുള്ളതാണ്. ഇത്രയും മലമൂത്ര വിസർജനം അടക്കം ചെയ്ത് ഇവിടെ നാറി ആകിയതായിട്ട് കിടക്കുന്നത്. നമുക്കിതിന്റെ വരാൻ പോലും പറ്റണില്ല. അത്രയും രൂക്ഷ ദുർഗന്ധമാണ്. അപ്പൊ അടിയന്തരമായിട്ട് നഗരസഭ, MLA, MP ഇവരിടപെട്ട് നമുക്കിവിടെ പൊതു ടോയ്ലറ്റ്, അതോടൊപ്പം തന്നെ ഓപ്പൺ ജിമ്മ്, മനോഹരമായിട്ടുള്ള ഗാർഡനുകളൊക്കെ സെറ്റ് ചെയ്ത് ഈ നഗര സൗന്ദര്യവൽക്കരണത്തിന്റെ ഭാഗമായിട്ട് മനോഹരമാക്കി തീർക്കണം എന്നുള്ളതാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്. TCV ചാലക്കുടി. തകർന്നു കിടക്കുന്ന ഗ്രാമീണ റോഡുകൾ യാത്രക്കാരെ വലയ്ക്കുന്നു.
കാട്ടകാമ്പൽ പഞ്ചായത്തിനെയും പോർക്കുളം പഞ്ചായത്തിനെയും ബന്ധിപ്പിക്കുന്ന പട്ടിത്തടം റോഡ് തകർന്നിട്ട് വർഷങ്ങളായി. പഴഞ്ഞി പട്ടിത്തടം റോഡ്, കൊങ്ങണ്ണൂർ കരിക്കാട് റോഡ്, അഗതിയൂർ റോഡ്, അക്കിക്കാവ് കെ കരുണാകരൻ റോഡ് എന്നിവയാണ് തകർന്നു കിടക്കുന്നത്. ഒട്ടേറെ സമരങ്ങൾ നടന്നിട്ടും റോഡ് നവീകരണം പൂർത്തിയായില്ല. കൊങ്ങണ്ണൂർ കരിക്കാട് റോഡിന്റെ പോർക്കുളം പഞ്ചായത്തിന് കീഴിലുള്ള റോഡ് നവീകരിച്ചെങ്കിലും കടവല്ലൂർ പഞ്ചായത്തിന്റെ ഭാഗം കുണ്ടും കുഴിയുമായി കിടക്കുകയാണ്. ജലജീവൻ പദ്ധതിക്കായി പൊളിച്ച അഗതിയൂർ റോഡ് നന്നാക്കണമെന്നാവശ്യപ്പെട്ട് വിവിധ രാഷ്ട്രീയ കക്ഷികൾ പലതവണ സമരങ്ങൾ നടത്തിയിരുന്നു. കലശമല ഇക്കോ ടൂറിസം കേന്ദ്രത്തിലേക്ക് എത്താവുന്ന ഈ റോഡ് നന്നാക്കണമെന്ന ആവശ്യത്തിന് പതിറ്റാണ്ടുകളുടെ പഴക്കമുണ്ട്. അക്കിക്കാവ് കെ കരുണാകരൻ റോഡും കുണ്ടും കുഴിയും നിറഞ്ഞുകിടക്കുകയാണ്. പോർക്കുളം പഞ്ചായത്തിന് കീഴിലുള്ള ഭാഗത്താണ് കുണ്ടും കുഴിയുമുള്ളത്. തകർന്നു കിടക്കുന്ന ഗ്രാമീണ റോഡുകൾ നന്നാക്കാൻ അടിയന്തര നടപടിയെടുക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. TCV കുന്നംകുളം. ജില്ലയിൽ ശക്തമായ മഴ തുടരുന്നു. രാവിലെ തുടങ്ങിയ മഴ പലയിടങ്ങളിലും തുടരുകയാണ്. മണിക്കൂറിൽ 40 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിന് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. ജില്ലയിൽ ഇന്ന് യെല്ലോ അലർട്ടാണ്. വടക്കൻ ജില്ലകളിൽ കനത്ത മഴ ലഭിക്കുമെന്നാണ് കാലാവസ്ഥാ വകുപ്പ് നൽകുന്ന മുന്നറിയിപ്പ്. ദേശമംഗലം കൊറ്റമ്പത്തൂർ ഉന്നതിയിൽ മണ്ണിടിച്ചിൽ. 2018 വലിയ മണ്ണിടിച്ചിൽ ദുരന്തത്തിന് സാക്ഷ്യം വഹിച്ച ഉന്നതിക്കാർ താമസം മാറ്റിയ പുതിയ സ്ഥലത്തും സമാന സാഹചര്യമാണ് നിലനിൽക്കുന്നത്. കുളപ്പുറത്ത് അസീസിന്റെ ഭാര്യ നസീറ വീടിന്റെ പുറകുവശത്ത് വസ്ത്രമലക്കുന്നതിനിടെ മഴയിൽ ഉഗ്രശബ്ദത്തോടെ പാറയും മണ്ണും ഉൾപ്പെടെ ഇടിഞ്ഞു വീഴുകയായിരുന്നു. ശബ്ദം കേട്ട് ഓടിമാറിയതിനാൽ മണ്ണിനടിയിൽപ്പെടാതെ രക്ഷപ്പെട്ടു. വലിയ പാറകൾ വന്നു പതിച്ചതിനാൽ പാത്രങ്ങളും മറ്റും അതിനടിയിലായി. പൂവത്തങ്കൽ റസിയയും ശബ്ദം കേട്ട് വീടിന്റെ പുറത്തേക്ക് ഓടി രക്ഷപ്പെടുകയായിരുന്നു. 2018 ഓഗസ്റ്റ് 15-നുണ്ടായ മണ്ണിടിച്ചിൽ 4 പേരുടെ മരണത്തിന് ഇടയാക്കിയിരുന്നു. അന്ന് 35ഓളം കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ചു. ഇതിൽ 19 കുടുംബങ്ങൾക്കായി സർക്കാർ വീടുകൾ നിർമ്മിച്ചു നൽകിയിരുന്നു. ബാക്കിയുള്ളവർക്ക് മറ്റു സംഘടനകളും വീടുകൾ നൽകി. സർക്കാർ നിർമ്മിച്ചു നൽകിയ 19 കുടുംബങ്ങളിലെ കൊറ്റമ്പത്തൂർ ഉന്നതിയിലെ ചിന്ന, പ്രേമ എന്നിവരുടെ വീടുകളാണ് തകർച്ചാ ഭീഷണി നേരിടുന്നത്. ചെറിയൊരു മഴയും കാറ്റൊക്കെ ഉണ്ടായി. അപ്പോൾ ആ ഭാഗം ഞങ്ങൾ മേൽഭാഗം ആദ്യം ഇടിഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൻ്റെ അപ്പുറം വെച്ചിട്ട് ഒന്ന് ഇടിഞ്ഞു. നല്ല കല്ലും മണ്ണും ഒന്നിച്ചാണ് ഇടിഞ്ഞത്. ആദ്യം ഒരു വലിയൊരു പാറ വന്ന് വീണത്. അപ്പോൾ അതിൻ്റെ താഴെ അടുത്ത് വിട്ട സിക്കാൻ്റെ ഭാര്യ നേസി തിരുമ്പായിരുന്നു. അപ്പോൾ ഞാൻ അവിടുന്ന് വേഗം ഞങ്ങൾ ഓടി ഓടി രക്ഷപ്പെട്ടു. പക്ഷേ വലിയ കല്ലും പാറയും കൂട്ടാണ് വീണത്. ഇങ്ങനെ അനുഭവങ്ങൾ ഇനിയും തുടരുകയെങ്കിൽ ഞങ്ങളിവിടെ എങ്ങനെ ജീവിക്കുക? ഇത്രയും ഞങ്ങൾക്ക് ജീവിക്കാൻ ബുദ്ധിമുട്ടാണ്. സർക്കാർ നിർമ്മിച്ചു നൽകിയ വീടുകളിൽ നിന്ന് മഴവെള്ളം ഒഴുകിപ്പോകുന്നതിന് യാതൊരു സംവിധാനവും ചെയ്തിട്ടില്ലെന്ന് കുടുംബങ്ങൾ പറഞ്ഞു. മണ്ണിടിച്ചിൽ ഉണ്ടായ പ്രദേശത്ത് ദേശമംഗലം പഞ്ചായത്ത് അധികൃതർ എത്തി സ്ഥിതിഗതികൾ വിലയിരുത്തി. മണ്ണിടിച്ചിൽ ഭീഷണി നേരിടുന്ന കുടുംബങ്ങളോട് മാറി താമസിക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്ന് ദേശമംഗലം വില്ലേജ് ഓഫീസർ ഫിറോസ് പറഞ്ഞു. TCV തൃശൂർ. ശക്തമായ മഴയിൽ ചാവക്കാട് വീടിന്റെ ഒരു വശം പൂർണ്ണമായും തകർന്നു വീണു. മ്ലാങ്ങാട് മാട്ടുമ്മൽ കണ്ടെയ്നർ സബ്സ്റ്റേഷന് സമീപം രായമരക്കാർ വീട്ടിൽ ഉസ്മാൻ ബുഷറ ദമ്പതികളുടെ ഓടുമേഞ്ഞ വീടാണ് ഭാഗികമായി തകർന്നത്. ഇന്നലെ രാത്രിയായിരുന്നു സംഭവം. അപകട സമയത്ത് വീട്ടിൽ ആരുമില്ലായിരുന്നു. സംസ്ഥാനത്ത് പകർച്ചവ്യാധികൾ പടരുന്നു. പ്രതിദിനം റിപ്പോർട്ട് ചെയ്യുന്ന പകർച്ചവ്യാധികളുടെ കണക്ക് ഉയരുകയാണ്. കഴിഞ്ഞ മാസം മാത്രം 3 ലക്ഷത്തിലധികം പേരാണ് പനിക്ക് ചികിത്സ തേടിയത്. പ്രതിദിനം 10,000 മുതൽ 15,000 പേരാണ് പനിക്ക് ചികിത്സ തേടുന്നത്. ഡെങ്കിപ്പനി, എലിപ്പനി, മഞ്ഞപ്പിത്തം, ഇൻഫ്ലുവൻസ തുടങ്ങിയ രോഗങ്ങളും പ്രതിസന്ധി സൃഷ്ടിക്കുന്നുണ്ട്. ചൊവ്വന്നൂരിൽ സ്ത്രീകളുടെ ചിത്രങ്ങൾ മോർഫ് ചെയ്ത് പ്രചരിപ്പിച്ച യുവാവിനെതിരെ പോലീസ് കേസെടുത്തു. ചൊവ്വന്നൂർ സ്വദേശിയായ അനന്തുവിനെതിരെയാണ് IT ആക്ട് പ്രകാരം പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തത്. പരാതിക്കാരിയായ യുവതിയുടെ മോർഫ് ചെയ്ത ദൃശ്യം സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ട സുഹൃത്ത് വിവരം യുവതിയെ അറിയിക്കുകയായിരുന്നു. തുടർന്ന് യുവതി പോലീസിൽ പരാതി നൽകി. സംശയം തോന്നിയ നാട്ടുകാർ യുവാവിനെ തടഞ്ഞു നിർത്തി ഫോൺ പരിശോധിച്ചപ്പോഴാണ് നടുക്കുന്ന വിവരങ്ങൾ പുറത്തുവന്നത്. പ്രതിയുടെ ഫോണിൽ നിന്ന് മോർഫ് ചെയ്ത ആയിരക്കണക്കിന് ചിത്രങ്ങൾ നാട്ടുകാർ കണ്ടെത്തി. പരാതിക്കാരുടെ മൊഴി ഉൾപ്പെടെയുള്ള വിവരങ്ങൾ ശേഖരിച്ചതായി കുന്നംകുളം സ്റ്റേഷൻ ഹൌസ് ഓഫീസർ SR സനീഷ് കുമാർ അറിയിച്ചു. ഒല്ലൂർ സെന്ററിലെ മേച്ചേരി ബിൽഡിംഗ് അപകടാവസ്ഥയിലെന്ന് പരാതി. കെട്ടിടം ഏത് നിമിഷവും തകർന്നു വീഴാവുന്ന അവസ്ഥയിലാണെന്ന് പ്രദേശവാസികൾ പറയുന്നു. കെട്ടിടം പൊളിച്ചു നീക്കി അപകടം ഒഴിവാക്കാനുള്ള നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് മേയർക്ക് നിവേദനം നൽകിയിട്ടുണ്ട്.
വൈദ്യുതി പോസ്റ്റിൽ കയറി തലകറങ്ങിയ വൈദ്യുതി ജീവനക്കാരനെ അഗ്നിശമന സേനാംഗങ്ങളെത്തി രക്ഷപ്പെടുത്തി താഴെയിറക്കി. പാണഞ്ചേരി പഞ്ചായത്ത് മഞ്ഞക്കുന്ന് 12-ാം വാർഡിൽ വൈദ്യുതി പോസ്റ്റിൽ കയറി അറ്റകുറ്റപ്പണി നടത്തുന്നതിനിടെ ജീവനക്കാരനായ അരുണിനാണ് തലകറക്കം അനുഭവപ്പെട്ടത്. കൂടെ ഉണ്ടായിരുന്ന ജീവനക്കാരൻ ഉടൻ തന്നെ പോസ്റ്റിൽ കയറി സുരക്ഷിതമായി പിടിച്ചു നിർത്തുകയായിരുന്നു. തുടർന്ന് തൃശൂരിൽ നിന്ന് അഗ്നിശമന സേനാംഗങ്ങളെത്തി വലിയ ലാഡർ ഉപയോഗിച്ച് അരുണിനെ താഴെയിറക്കുകയായിരുന്നു. സീനിയർ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ SR ബിനുവിന്റെ നേതൃത്വത്തിലാണ് രക്ഷാപ്രവർത്തനം നടത്തിയത്. കൊടുങ്ങല്ലൂർ ചാപ്പാറയിൽ സ്വകാര്യ സ്കൂളിലെ ബസ് അപകടത്തിൽപ്പെട്ടു. ആർക്കും പരിക്കില്ല. ചാപ്പാറ ITCക്ക് സമീപം ബസിന്റെ ചക്രം ചെളിയിൽ താഴുകയായിരുന്നു. തുടർന്ന് ഡ്രൈവർ ഷിഹാബ് കുട്ടികളെയും അധ്യാപകരെയും സുരക്ഷിതമായി താഴെയിറക്കി. 18 കുട്ടികളും 2 അധ്യാപകരുമാണ് ബസ്സിലുണ്ടായിരുന്നത്. പിന്നീട് ബസ് തിരിക്കുന്നതിനിടെ റോഡരികിലെ താഴ്ചയിലേക്ക് മറിഞ്ഞുവെങ്കിലും ഷിഹാബ് പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. പെരുമ്പിലാവ് അക്കിക്കാവിൽ KSRTC ബസ് ലോറിയിലും സ്കൂട്ടറിലും സൈക്കിളിലും ഇടിച്ച അപകടം. 2 പേർക്ക് പരിക്കേറ്റു. കോഴിക്കോട് ഭാഗത്തു നിന്നും കുന്നംകുളം ഭാഗത്തേക്ക് വരികയായിരുന്ന KSRTC ബസ് അശ്രദ്ധമായി റോഡിലേക്ക് കയറിയ സ്കൂട്ടറിനെ കണ്ട് വെട്ടിച്ചതിനെ തുടർന്ന് നിയന്ത്രണം വിടുകയായിരുന്നു. തുടർന്ന് ബസ് സമീപത്തെ സിമന്റ് ഗോഡൌണിലേക്ക് ലോഡ് ഇറക്കാനെത്തിയ ലോറിയിലും സൈക്കിളിലും ഇടിച്ചു. അപകടത്തിൽ സ്കൂട്ടർ യാത്രികനും സൈക്കിൾ യാത്രികനായ ലോട്ടറി വിൽപ്പനക്കാരനും പരിക്കേറ്റു. ഇരുവരെയും കുന്നംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കൊണ്ടാഴിയിൽ നിയന്ത്രണം വിട്ട വാൻ റോഡരികിലെ വൈദ്യുതി പോസ്റ്റിലിടിച്ച അപകടം. അപകടത്തിൽ ആർക്കും പരിക്കില്ല. മായന്നൂർ ചേലക്കര റൂട്ടിൽ മണിക്കൂറുകളോളം പൂർണ്ണമായും ഗതാഗതം തടസ്സപ്പെട്ടു. കൊണ്ടാഴി പഞ്ചായത്ത് അംഗം AB ബാലഗോപാലിന്റെ നേതൃത്വത്തിൽ പ്രദേശവാസികൾ രക്ഷാപ്രവർത്തനം നടത്തി. തുടർന്ന് പഴയന്നൂർ പോലീസും KSEB അധികൃതരും സ്ഥലത്തെത്തി പൊട്ടിയ വൈദ്യുതി ലൈനുകൾ മാറ്റി. കൊടുങ്ങല്ലൂർ താലൂക്ക് ആശുപത്രിയിൽ ചികിത്സാ പിഴവുകളും അനാസ്ഥയും പതിവാകുകയാണെന്നാരോപിച്ച് യുവമോർച്ച പ്രവർത്തകർ ആശുപത്രി സൂപ്രണ്ടിനെ തടഞ്ഞുവച്ചു. പ്രതിഷേധക്കാരെ പോലീസ് എത്തി അറസ്റ്റ് ചെയ്തു നീക്കി. തീരദേശ മേഖലയിലെ ജനങ്ങൾ ആശ്രയിക്കുന്ന ആശുപത്രിയിൽ ഇനിയും അനാസ്ഥ തുടരുകയാണെങ്കിൽ ശക്തമായ സമരങ്ങളുമായി മുന്നോട്ടു പോകുമെന്ന് യുവമോർച്ച കൊടുങ്ങല്ലൂർ മണ്ഡലം കമ്മിറ്റി മുന്നറിയിപ്പ് നൽകി. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി സ്കൂൾ കോളേജ് പരിസരങ്ങളിൽ ശക്തമായ നിരീക്ഷണങ്ങളും പരിശോധനയും ഏർപ്പെടുത്തിയതോടെ ലഹരി വിൽപ്പന ഗണ്യമായി കുറഞ്ഞുവെന്ന് പോലീസ് അറിയിച്ചു. തൂഫാൻ പദ്ധതി 1 മാസം പിന്നിടുമ്പോൾ സംസ്ഥാനത്താകെ നടത്തിയ പരിശോധനകളിൽ 30 കോടി രൂപയുടെ നിരോധിത ലഹരി വസ്തുക്കൾ പിടികൂടി. 5353 കേസുകൾ രജിസ്റ്റർ ചെയ്തു. 5736 പേർ അറസ്റ്റിലായി. പരിശോധന കൂടുതൽ ശക്തമായി തുടരുമെന്ന് സംസ്ഥാന പോലീസ് മേധാവി അറിയിച്ചു. ലഹരി മരുന്നിന്റെ ഉറവിടം കണ്ടെത്താനും വ്യാപനം ഫലപ്രദമായി തടയാനും കേന്ദ്ര ഏജൻസികളുടെ യോഗം ആഭ്യന്തരമന്ത്രിയുടെ സാന്നിധ്യത്തിൽ നടത്തിയിരുന്നു. ഇതിന്റെ ഫലമായി പ്രത്യേക യൂണിറ്റ് രൂപീകരിക്കാനും ഡ്രോൺ സൈബർ നിരീക്ഷണങ്ങൾ ശക്തമാക്കാനും തീരുമാനമായിട്ടുണ്ട്. വിദ്യാലയങ്ങളിലെ ഡ്രൈ ഡേ ആചരണത്തിന്റെ ജില്ലാതല ഉദ്ഘാടനം അയ്യന്തോൾ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നു. ജില്ലാ മെഡിക്കൽ ഓഫീസിന്റെയും തൃശൂർ ആരോഗ്യ കേരളത്തിന്റെയും ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച പരിപാടി മേയർ ഡോക്ടർ നിജി ജസ്റ്റിൻ ഉദ്ഘാടനം ചെയ്തു. കോർപ്പറേഷൻ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷീന ചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. ADMM പ്രദീപ്, DMO ഡോക്ടർ TP ശ്രീദേവി, ആരോഗ്യ കേരളം ജില്ലാ പ്രോഗ്രാം മാനേജർ ജിൽഷോ ജോർജ് തുടങ്ങിയവർ സംസാരിച്ചു. ഡിവിഷൻ കൌൺസിലർ മേഫി ഡെൽസൺ ശുചിത്വ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. ഇനി ലോകകപ്പ് വിശേഷങ്ങളുമായി കളിക്കാലം. ലോകകപ്പിൽ പോർച്ചുഗലും സ്പെയിനും പ്രീ ക്വാർട്ടറിൽ കടന്നു. അൾജീരിയയെ എതിരില്ലാത്ത 2 ഗോളുകൾക്ക് പരാജയപ്പെടുത്തി സ്വിറ്റ്സർലാൻഡും അവസാന 16 ഇടം നേടി. നോക്കൌട്ട് റൗണ്ടിൽ ഇന്ന് രാത്രി 11:30 ഓസ്ട്രേലിയ ഈജിപ്തിനെ നേരിടും. നാളെ പുലർച്ചെ 3:30 അർജന്റീന കാബോ വെർദെ പോരാട്ടം.
ക്രൊയേഷ്യയെ തകർത്താണ് പോർച്ചുഗൽ പ്രീ ക്വാർട്ടറിലെത്തിയത്. നാടകീയത നിറഞ്ഞ അവസാന 20 മിനിറ്റുകൾക്കൊടുവിൽ 2-1 പോർച്ചുഗലിന്റെ ജയം. ഗോൾ രഹിതമായ ആദ്യ പകുതിക്ക് ശേഷം രണ്ടാം പകുതിയിലായിരുന്നു 3 ഗോളുകളും. 53-ാം മിനിറ്റിൽ ഇവാൻ പെരിസിച്ചിലൂടെ മുന്നിലെത്തിയ ക്രൊയേഷ്യയെ 68-ാം മിനിറ്റിൽ പെനാൽറ്റിയിലൂടെ നായകൻ ക്രിസ്ത്യാനോ റൊണാൾഡോ ഒപ്പമെത്തിച്ചു. പകരക്കാരനായി ഇറങ്ങിയ ഗോൺസാലോ റാമോസ് ആണ് ഇഞ്ചുറി ടൈമിൽ പോർച്ചുഗലിന്റെ വിജയ ഗോൾ നേടിയത്. കളിയുടെ അവസാന സെക്കൻഡിൽ ക്രൊയേഷ്യ വീണ്ടും പോർച്ചുഗൽ വലകുലുക്കി സമനില പിടിച്ചെങ്കിലും വാർ പരിശോധനയിൽ ഓഫ്സൈഡ് ആയതോടെ റൊണാൾഡോയും സംഘവും പ്രീ ക്വാർട്ടറിലേക്ക് മുന്നേറി. പ്രീ ക്വാർട്ടറിൽ സ്പെയിനാണ് പോർച്ചുഗലിന്റെ എതിരാളികൾ. ഓസ്ട്രിയയെ എതിരില്ലാത്ത 3 ഗോളുകൾക്ക് തോൽപ്പിച്ച് ഫിഫ ലോകകപ്പിന്റെ പ്രീ ക്വാർട്ടറിൽ കടന്ന സ്പെയിൻ. ഒയർ സബാലിന്റെ ഇരട്ട ഗോളുകളും പെഡ്രോ പെറോയുടെ ഗോളും ചേർന്ന് ആധികാരിക വിജയമാണ് സ്പെയിൻ സ്വന്തമാക്കിയത്. സ്പോർട്സ് ഡെസ്ക് TCV. ഇടവേള. French Dairy Pistachio Kunafa Bar. വാർത്തയിലേക്ക്. ക്രൈസ്തവർ ദുഃഖ്രാന തിരുനാൾ ആചരിച്ചു. മാർത്തോമാ ശ്ലീഹയുടെ വിശ്വാസസാക്ഷ്യവും ത്യാഗജീവിതവും ഓർമ്മിക്കുന്ന ദിനമായാണ് ദുഃഖ്രാന തിരുനാളായി ആചരിക്കുന്നത്. ദേവാലയങ്ങളിൽ പ്രത്യേക ദിവ്യബലി, തിരുനാൾ ശുശ്രൂഷകൾ, പ്രാർത്ഥനകൾ എന്നിവ നടന്നു. ക്രിസ്തുവിന്റെ 12 ശിഷ്യന്മാരിൽ ഒരാളായ മാർത്തോമാ ശ്ലീഹ AD 52 ഇന്ത്യയിലെത്തി സുവിശേഷ പ്രഘോഷണം നടത്തുകയും കേരളത്തിൽ 7 പുരാതന ദേവാലയങ്ങൾ സ്ഥാപിക്കുകയും ചെയ്തതായി സഭാചരിത്രം പറയുന്നു. തുടർന്ന് മൈലാപ്പൂരിൽ AD 72 ജൂലൈ 3 രക്തസാക്ഷിത്വം വരിക്കുകയായിരുന്നു. പാലയൂർ സെന്റ് തോമസ് തീർത്ഥകേന്ദ്രത്തിൽ ദുഃഖ്രാന ഊട്ടുതിരുനാൾ ആഘോഷിച്ചു. ദിവ്യബലിക്ക് ഫാദർ ഡേവിസ് കണ്ണമ്പുഴ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. തർപ്പണ തിരുനാളിന്റെ കൊടിയേറ്റം പാലക്കാട് രൂപത അധ്യക്ഷൻ മാർ പീറ്റർ കൊച്ചുപുരയ്ക്കൽ നിർവഹിച്ചു. തുടർന്ന് നടന്ന ദിവ്യബലിക്ക് ബിഷപ്പ് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. അസിസ്റ്റന്റ് വികാരി ഫാദർ നിതിൻ താഴത്ത്, ഫാദർ മാത്യു തുണ്ടത്തിൽ എന്നിവർ സഹകാർമ്മികരായിരുന്നു. ഇരിങ്ങാലക്കുട സെന്റ് തോമസ് കത്തീഡ്രലിൽ ദുഃഖ്രാന തിരുനാൾ ആഘോഷിച്ചു. ദിവ്യബലിക്ക് ബിഷപ്പ് പോളി കണ്ണൂക്കാടൻ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. വികാരി ഫാദർ ലാസർ കുറ്റിക്കാടൻ, അസിസ്റ്റന്റ് വികാരിമാരായ ഫാദർ ലിൻഡോ കാരേക്കാടൻ, ഫാദർ ക്രിസ്റ്റോൺ കൈനാടത്തുപറമ്പിൽ, ഫാദർ ജസ്റ്റിൻ കള്ളർപ്പാറ എന്നിവർ നേതൃത്വം നൽകി. അമ്പഴക്കാട് സെന്റ് തോമസ് ഫൊറോന പള്ളിയിൽ മാർ തോമസ് ലീഹായുടെ ദുഃഖ്രാന തിരുനാൾ ആഘോഷിച്ചു. തിരുനാൾ ദിവ്യബലിക്ക് ബിഷപ്പ് മാർ പോളി കണ്ണൂക്കാടൻ കാർമ്മികത്വം വഹിച്ചു. CPI വലപ്പാട് മുൻ ലോക്കൽ കമ്മിറ്റി അംഗം ലാൽ കച്ചില്ലം രാജിവെച്ചതുമായി ബന്ധപ്പെട്ട് മാധ്യമങ്ങളിൽ വന്ന വാർത്തയിലെ കാര്യങ്ങൾ അടിസ്ഥാനരഹിതമാണെന്ന് CPI നാട്ടിക മണ്ഡലം സെക്രട്ടറി KM കിഷോർ കുമാർ. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രവർത്തന രംഗത്ത് നിന്ന് മാറി നിന്നതിൽ ലാൽ കച്ചില്ലത്തോട് പാർട്ടി വിശദീകരണം ചോദിച്ചിരുന്നു. തുടർന്ന് പാർട്ടിയിൽ നിന്ന് പുറത്താക്കുമെന്ന സാഹചര്യത്തിലാണ് ഇയാൾ രാജിവെച്ചത്. വലപ്പാട് ലോക്കൽ കമ്മിറ്റിയിൽ യാതൊരുവിധ പ്രതിസന്ധിയില്ലെന്നും നിലവിലുണ്ടായിരുന്ന പാർട്ടി മെമ്പർമാർ ആരും തന്നെ അംഗത്വം പുതുക്കാതെ മാറി നിൽക്കുന്നില്ലെന്നും കിഷോർ കുമാർ പറഞ്ഞു. ദിവസം ശ്രീ ലാൽ കച്ചില്ലം CPIക്കെതിരെ പറഞ്ഞ കാര്യങ്ങൾ തീർത്തും വസ്തുതാപരമല്ല. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കാത്തതിനാൽ അദ്ദേഹത്തിനോട് പാർട്ടി മണ്ഡലം കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരം ലോക്കൽ കമ്മിറ്റി വിശദീകരണ കത്ത് നൽകിയ അവസരത്തിലാണ് ടിയാനി രാജി കത്തുമായി മുന്നോട്ട് വന്നിട്ടുള്ളത്. അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞ കാര്യങ്ങളൊന്നും വസ്തുതകൾക്ക് നിരക്കുന്നതേയല്ല. അദ്ദേഹം 2021 പരാതി പാർട്ടിക്ക് തന്നിട്ടുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ നടപടികളും കമ്മ്യൂണിസ്റ്റ് പാർട്ടി സ്വീകരിച്ചിട്ടുള്ളതും അതിൽ തൃപ്തനായി അദ്ദേഹം വീണ്ടും പാർട്ടി പ്രവർത്തനങ്ങളിൽ ഉണ്ടായിരുന്ന ആളുമാണ്. ഈ സമയത്ത് ഇങ്ങനെ ഒരു രാജിക്കത്ത് പ്രഖ്യാപിക്കാനുണ്ടായ കാരണം ഞാൻ നേരത്തെ പറഞ്ഞ അദ്ദേഹത്തിനെതിരെ നടപടിയെടുക്കും എന്ന് കണ്ടതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ്.
കോടികൾ ചിലവഴിച്ച് നിർമ്മിച്ച മുള്ളൂർക്കര ടൗണിന് സമീപമുള്ള കോട്ടക്കുളം സാമൂഹ്യ വിരുദ്ധരുടെ കേന്ദ്രമായി മാറിയെന്ന് പഞ്ചായത്ത് പ്രതിപക്ഷ നേതാവ് MH അബ്ദുൽ സലാം പറഞ്ഞു. വിദ്യാർത്ഥികൾക്ക് നീന്തൽ പരിശീലനത്തിനുള്ള സൗകര്യങ്ങൾ ഒരുക്കിയത് ഉപയോഗിക്കാൻ പറ്റുന്നില്ലെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി. വിഷയത്തിൽ അടിയന്തര നടപടികൾ ഉണ്ടായില്ലെങ്കിൽ പഞ്ചായത്തിനെതിരെ സമരത്തിലേക്ക് നീങ്ങുമെന്നും അബ്ദുൽ സലാം പറഞ്ഞു. തിരുവില്ലാമല പഞ്ചായത്തിലെ 19-ാം വാർഡ് പാറക്കടവ് പമ്പ് ഹൌസ് പരിസരത്ത് തെരുവുനായ ശല്യം രൂക്ഷം. പ്രദേശത്ത് കുറച്ചു ദിവസങ്ങൾക്ക് മുൻപേ പേവിഷബാധ ഏറ്റതെന്ന് കരുതുന്ന തെരുവുനായ എത്തി മറ്റ് നായ്ക്കളെ ആക്രമിച്ചിരുന്നു. നാട്ടുകാർ പഞ്ചായത്ത് അധികൃതരെ വിവരം അറിയിച്ചെങ്കിലും സ്ഥലം സന്ദർശിച്ചു മടങ്ങുക മാത്രമാണ് ചെയ്തതെന്ന് പരിസരവാസികൾ പറയുന്നു. ഇതിനെക്കുറിച്ച് ഞാൻ പഞ്ചായത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവിടുന്ന് ആൾക്കാർ വരലും മറ്റേ അതിനെ പറ്റിയ രൂപം ചെയ്യാൻ അവരോട് പറയുകയും ചെയ്തിരുന്നു. ഞാൻ അന്നേ പറഞ്ഞു ഒരു പേപ്പട്ടി ഉണ്ടായിരുന്നു, അതിൻ്റെ ബുദ്ധിമുട്ട് കാരണം കൊണ്ട് അതിനെ ഞങ്ങൾക്ക് ഒഴിവാക്കേണ്ടി വന്നു. ഇപ്പോൾ അത് മറ്റുള്ള പട്ടികളെ കടിച്ചിട്ട് ഭയങ്കര ഉപദ്രവമായി. ഇപ്പോൾ ഇവിടെ ഒരു 5-8 എണ്ണം ഉണ്ട്. അതിനെ ഭയങ്കര ശല്യമാണ്. മനുഷ്യന് വേണ്ടി ചോദിക്കാൻ ഒരു പട്ടിയില്ല, പക്ഷേ പട്ടിക്ക് വേണ്ടി ചോദിക്കാൻ ഇഷ്ടം പോലെ മനുഷ്യന്മാരാ. അതാ ശല്യങ്ങൾ കേൾക്കൂ, ഈ കേൾക്കുന്ന എല്ലാ ശല്യം തന്നെയാണ്. രാത്രിയൊക്കെ വരുമ്പോൾ ഞങ്ങൾക്ക് പേടിയാണ്. ഒരു വെള്ളത്തിന് പോകാൻ നിർത്തിയില്ല, മിറ്റടിക്കാൻ നിർത്തിയില്ല. ഇത് തുടങ്ങിയിട്ടിപ്പോൾ ഒരു 1.5 മാസമായി. കേരള വിധവാ സംഘത്തിന്റെ 15ാമത് സംസ്ഥാന സമ്മേളനം ഈ മാസം 10, 11 തീയതികളിൽ തൃശൂരിൽ സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. സമ്മേളനത്തിന്റെ ഉദ്ഘാടനം രാജൻ ജയ്പല്ലൻ MLA നിർവഹിക്കും. അഡ്വൈസറി ബോർഡ് ചെയർമാൻ TN രാജൻ, കേരള വിധവാ സംഘം സംസ്ഥാന പ്രസിഡന്റ് രജനി ഉദയൻ, ഭാരവാഹികളായ KT ഗീത, ശിവദാസ് പൂളത്തൊടി, റംല എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. മുൻ MLA PA മാധവന്റെ നിര്യാണത്തിൽ സർവകക്ഷി അനുശോചന യോഗം നടത്തി. അനുശോചന യോഗം മുൻ MP CN ജയദേവൻ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് MV അരുൺ അധ്യക്ഷത വഹിച്ചു. വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കളായ VG അശോകൻ, KB ജയറാം, VN സുർജിത്ത്, KB വിനോദൻ, TD ജോസ്, AP ജോസ്, സ്റ്റീഫൻ നീലങ്കാവിൽ, വേണു കൊച്ചത്ത് എന്നിവർ സംസാരിച്ചു. വലപ്പാട് പഞ്ചായത്തും സംസ്ഥാന കൃഷിവകുപ്പും വ്യാപാരി വ്യവസായി ഏകോപന സമിതിയും സംയുക്തമായി സംഘടിപ്പിച്ച ഞാറ്റുവേല ചന്തയുടെ ഉദ്ഘാടനം ഗീതാ ഗോപി MLA നിർവഹിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് PK മോഹനൻ അധ്യക്ഷത വഹിച്ചു. തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് CM നൌഷാദ്, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഗേളി ഷാജി, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഷാമില സലീം, സ്ഥിരം സമിതി അധ്യക്ഷരായ PS ഷജിത്, രശ്മി ഷിജോ തുടങ്ങിയവർ സംസാരിച്ചു. പാർലിക്കാട് ഗവൺമെന്റ് UP സ്കൂളും പുലരി ചിൽഡ്രൻസ് വേൾഡ് മണ്ണുത്തിയും സംയുക്തമായി സംഘടിപ്പിച്ച ലഹരി വിരുദ്ധ സാംസ്കാരിക കൂട്ടായ്മ തൃശൂർ ജില്ലാ ലൈബ്രറി കൌൺസിൽ പ്രസിഡന്റ് V മുരളി ഉദ്ഘാടനം ചെയ്തു. ഡിവിഷൻ കൌൺസിലർ സുനിത മണികണ്ഠൻ അധ്യക്ഷത വഹിച്ചു. എഴുത്തുകാരൻ CR ദാസ്, സ്കൂൾ പ്രധാന അധ്യാപിക ലത, സീനിയർ അധ്യാപിക മിനി, ഡോക്ടർ എസ്റ്റില, ഡോക്ടർ രഞ്ജൻ തുടങ്ങിയവർ സംസാരിച്ചു. ചാവക്കാട് നഗരസഭാ കൃഷിഭവന്റെ നേതൃത്വത്തിൽ കർഷക സഭയും ഞാറ്റുവേല ചന്തയും സംഘടിപ്പിച്ചു. NK അക്ബർ MLA ഉദ്ഘാടനം നിർവഹിച്ചു. നഗരസഭാ വൈസ് ചെയർപേഴ്സൺ ബിൻസി സന്തോഷ് അധ്യക്ഷത വഹിച്ചു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷരായ P യതീന്ദ്രദാസ്, ലിഷ മാത്രങ്കോട്ട്, KH സലാം, KP രഞ്ജിത് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു. കിഡ്നി ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ കുറുമാലിലെ സൗജന്യ ഡയാലിസിസ് യൂണിറ്റിന്റെ 2ാം വാർഷികം ആഘോഷിച്ചു. ഫൗണ്ടേഷൻ ചെയർമാൻ ഫാദർ ഡേവിസ് ചെറമേൽ കേക്ക് മുറിച്ച് ഉദ്ഘാടനം ചെയ്തു. CEO PP യേശുദാസ്, സിസ്റ്റർ CJ സോഫി, സിസ്റ്റർ നീതു, സനോജ് ഗോപി, വില്യംസ് പോൾ, വർഷ V തരകൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. ഉത്രാളിക്കാവ് ഭഗവതി ക്ഷേത്രത്തിൽ ആഗസ്റ്റ് 7 മുതൽ നടക്കുന്ന 15ാമത് ശ്രീമദ് ദേവി ഭാഗവത നവാഹ യജ്ഞത്തിന്റെ നോട്ടീസ് പ്രകാശനം ചെയ്തു. കേരള ഹൈക്കോടതിയിലെ സീനിയർ ഗവൺമെന്റ് പ്ലീഡർ അഡ്വക്കേറ്റ് TS മായാദാസ് പ്രകാശനം നിർവഹിച്ചു. ക്ഷേത്രം ഉപദേശക സമിതി പ്രസിഡന്റ് PR സുരേഷ് കുമാർ അധ്യക്ഷത വഹിച്ചു. V അനിരുദ്ധനിൽ നിന്നും ദേവസ്വം ഓഫീസർ PV ഹരികൃഷ്ണൻ ആദ്യ സംഭാവന സ്വീകരിച്ചു. ദേവസ്വം അസിസ്റ്റന്റ് കമ്മീഷണർ KN ദീപേഷ്, റവന്യൂ ഇൻസ്പെക്ടർ A സുരേഷ് കുമാർ, പൂരം കമ്മിറ്റി ചീഫ് കോർഡിനേറ്റർ V സുരേഷ് കുമാർ തുടങ്ങിയവർ സംബന്ധിച്ചു.
ഇന്നത്തെ സ്വർണം നിരക്ക്. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM Golden Diamonds, Manufacturers and Wholesalers. പള്ളിക്കുളം റോഡ്, തൃശൂർ. സുൽത്താൻ പേട്ട് റോഡ്, പാലക്കാട്. സ്വർണം ഗ്രാമിന് 13,475 രൂപ, പവന് 1,07,800 രൂപ. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM Golden Diamonds, Manufacturers and Wholesalers. പള്ളിക്കുളം റോഡ്, തൃശൂർ. സുൽത്താൻ പേട്ട് റോഡ്, പാലക്കാട്. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ പഴയ സ്വർണത്തിന് ഏറ്റവും ഉയർന്ന മൂല്യം. സ്വപ്നങ്ങൾ തിരിച്ചു പിടിക്കാൻ TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. MG റോഡ്, തൃശൂർ. നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. ചാവക്കാട് പഞ്ചാരമുക്കിലെ മരക്കമ്പനിയിൽ വൻ തീപിടുത്തം. ലക്ഷക്കണക്കിന് രൂപയുടെ മരങ്ങൾ കത്തിനശിച്ചു. ഷോർട്ട് സർക്യൂട്ടാണ് തീപിടുത്തത്തിന് കാരണമെന്ന പ്രാഥമിക നിഗമനം. തൃശൂർ റെയിൽവേ സ്റ്റേഷൻ പുതിയ മന്ദിരത്തിന്റെ നിർമ്മാണം ട്രാക്കിലാവുന്നു. സൈറ്റ് സർവേയും മണ്ണ് പരിശോധനയും കെട്ടിടങ്ങളുടെ രൂപകൽപ്പനയും പൂർത്തിയായി. മാലിന്യങ്ങൾ നിറഞ്ഞ ദുർഗന്ധപൂരിതമായി ചാലക്കുടി ജംഗ്ഷൻ മേൽപ്പാലം മേഖല. തിരിഞ്ഞു നോക്കാതെ നഗരസഭാ അധികൃതർ. കാട്ടകാമ്പാൻ പൂർക്കുളം പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന പട്ടിത്തടം റോഡ് തകർന്നു. റോഡ് നന്നാക്കാൻ അടിയന്തര നടപടിയെടുക്കണമെന്ന നാട്ടുകാരുടെ ആവശ്യം. ജില്ലയിൽ ശക്തമായ മഴ തുടരുന്നു. ചാവക്കാട് വീട് ഭാഗികമായി തകർന്നു. ദേശമംഗലം കുറ്റമ്പത്തൂർ ഉന്നതിയിൽ വീണ്ടും മണ്ണിടിച്ചിൽ ഭീഷണി. ലോകകപ്പിൽ പോർച്ചുഗലും സ്പെയിനും സ്വിറ്റ്സർലാൻഡും പ്രീ ക്വാർട്ടറിൽ. നോക്കൌട്ടിൽ ഇന്ന് രാത്രി 11:30 ഓസ്ട്രേലിയ ഈജിപ്തിനെ നേരിടും. അർജന്റീന കാംബോ വെർദെ പോരാട്ടം നാളെ പുലർച്ചെ 3:30. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ.